നിങ്ങൾ കേൾക്കുന്ന ഈ വചനം സമാധാനത്തിൻ്റെ വചനമാണ്. സമാധാനം നൽകുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം നിങ്ങളുടെ അകത്തുള്ള അസ്വസ്ഥതകളെ മാറ്റി അവിടെ സമാധാനം നിറയ്ക്കും, സമാധാനത്തെ കൊണ്ടുവരും. സമാധാനത്തിൻ്റെ ദൈവം സമാധാനം നിങ്ങളിൽ നിറയ്ക്കും. സമാധാനത്തിൻ്റെ വചനം എന്നിലെത്തുമ്പോഴാണ്, സമാധാനത്തിൻ്റെ വചനം എൻ്റെ കുടുംബത്തിൽ വരുമ്പോഴാണ് സമാധാനം നിറയുന്നത്, ഐക്യം നിറയുന്നത്, കൂട്ടായ്മ നിറയുന്നത്, അനുഗ്രഹം നിറയുന്നത്. അങ്ങനെയെങ്കിൽ ആ വചനവും ഈ സങ്കീർത്തനം 102 വചനവും ഒന്ന് ഓർത്തു വയ്ക്കുക. അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. ഈ 3 ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, ഈ വർഷം ഞങ്ങൾക്കൊരു അനുഗ്രഹത്തിൻ്റെ വർഷമാകണം. ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ 3 കാര്യവും ഞങ്ങൾക്കൊരു ഭയങ്കര അനുഗ്രഹത്തിന് കാരണമാകണം. നാളെ മുതൽ നമ്മൾ ഡെയിലി ബ്ലെസ്സിങ് പ്രാർത്ഥന വചനങ്ങൾ ആരംഭിക്കുമ്പോഴും ഇനിയുള്ള ഈ ഒരു വർഷം മുഴുവൻ നിങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകൾ അനുഗ്രഹം ലഭിക്കുന്നതുവരെ, നിങ്ങളൊരു സാക്ഷ്യം പറയുന്നതുവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിച്ചു എന്ന് പറയുന്നതുവരെ, കേൾക്കുന്നതുവരെ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാണ്. നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. എല്ലാ ദിവസവും വചനത്തിലൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ വചനം ശ്രദ്ധിച്ച് ഇന്ന് 3-ാം ദിവസം പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. അവളോട് കൃപ കാണിക്കേണ്ട സമയം, നിശ്ചയിക്കപ്പെട്ട സമയം വന്നിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം നിയോഗ പ്രാർത്ഥനയിലൂടെ കേൾക്കുന്ന നിയോഗ പ്രാർത്ഥന, അങ്ങയുടെ വചനത്തോട് ചേർത്ത് വയ്ക്കുന്ന പ്രാർത്ഥനയാണല്ലോ നിയോഗ പ്രാർത്ഥന. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളാണ്, ഞങ്ങളുടെ തലമുറയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ വർഷം ഞങ്ങൾക്കത് സാധിച്ചു കിട്ടിയതിൻ്റെ അനുഗ്രഹത്തെ പറയാനിടവരണമേ. സാക്ഷ്യം പറയാൻ മാത്രമല്ല, അനുഗ്രഹത്തെ പറയാനിടവരണമേ. അനുഗ്രഹത്തെ പറയാനിടവരണമേ. സിയോനോട് കരുണ കാണിച്ചതുപോലെ ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളോടും ഓരോ കുടുംബങ്ങളോടും കരുണ കാണിക്കണമേ. ഓരോ മാതാപിതാക്കളോടും കരുണ കാണിക്കണമേ. ഓരോ യുവാക്കളോടും കരുണ കാണിക്കണമേ. ഓരോ കുഞ്ഞുങ്ങളോടും കരുണ കാണിക്കണമേ. ഓരോ കുടുംബത്തോടും കരുണ കാണിക്കണമേ. നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു. ഇതുപോലൊക്കെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഇതുപോലെ ദൈവവചനം കേൾക്കേണ്ട സമയമാണിത്. ഇതിലൂടെ ഞാൻ അനുഭവിക്കുന്നത് ഒരു അനുഗ്രഹമായിരിക്കും. ഇതിലൂടെ ഞാൻ അനുഭവിക്കുന്നത് ഒരു നന്മയായിരിക്കും. ഇതിലൂടെ ഞാൻ അനുഭവിക്കുന്നത് ഒരു വിടുതലായിരിക്കും. ഹല്ലേലൂയ.